തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീൽ വിവാദത്തിൽ ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ബി.ജെ.പി. സീൽ പതിപ്പിച്ചത് സി.പി.എം ബന്ധമുള്ള ഉദ്യോഗസ്ഥനെന്ന് എസ്. സുരേഷ് ആരോപിച്ചു. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കടക്കം പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായും എസ്. സുരേഷ് ആരോപിക്കുന്നു. ബി.ജെ.പിയുടെ ഒഫീഷ്യൽ സീല് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ പതിപ്പിച്ചത്, അതിന് ഉത്തരവാദിയായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ ജയ്സിൽ പി അസീസാണ്. ഈ ജയ്സിൽ പി അസീസ് എന്ന് പറയുന്നത് NGO യൂണിയന്റെ സെക്രട്ടേറിയറ്റിനകത്തുള്ള സമുന്നത നേതാവാണ്. ഈ അടുത്ത കാലത്ത് ജോലിക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് DYFIയും SFIയും ഒക്കെ ആയിട്ടുള്ള ബന്ധം പരിഗണിച്ച് അയാളെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടുകയും അയാളാണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നതെന്നും അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കും. ഇവിടുത്തെ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരും CPM-ഉം തമ്മിൽ ചേർന്നിരിക്കുന്ന ഗൂഢാലോചനയിൽ കേരളത്തിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CEO ഉൾപ്പെടെയുള്ള ആൾക്കാർ അകപ്പെട്ടിരിക്കുന്നു എന്ന് BJPക്ക് ഉത്കണ്ഠയുണ്ട്. BJP സംശയിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീൽ വിവാദത്തിലാണ് ഗുരുതരമായ ആരോപണം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്, അറിവുണ്ട് എന്ന നിലയിലുള്ള ആരോപണമാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, നേരത്തെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ എങ്ങനെയാണ് ബി.ജെ.പിയുടെ സീൽ വന്നത് എന്ന കാര്യത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ്, സംവിധാനമാണ് എന്ന നിലയിൽ ബി.ജെ.പിക്കെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായി മാറുകയായിരുന്നു. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടെ പറഞ്ഞ് ഈ ആരോപണത്തിൽ ഏത് നിലപാടാണ് ബി.ജെ.പി. സ്വീകരിക്കുന്നത്? രതീഷ്, BJP സംസ്ഥാന ഘടകത്തിൻ്റെ സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖയിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ അടക്കം വിശദീകരിച്ചത് അതൊരു കൈപ്പിഴയാണ്, ഒരു ഉദ്യോഗസ്ഥന് സംഭവിച്ച കൈപ്പിഴയാണ് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ഒരു ആരോപണമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർ, അതായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ വ്യാപകമായി CPM അനുഭാവമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സീൽ വിവാദത്തിൽ അകപ്പെട്ടിപ്പോൾ നടപടി നേരിട്ടിരിക്കുന്ന ജയ്സൽ പി അസീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്നാണ് BJP സംസ്ഥാന നേതാവ് എസ്. സുരേഷ് ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ നേരത്തെ DYFIയുടെയൊക്കെ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കായി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്ക് ഈ ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നതെന്നാണ് സുരേഷ് ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ ബോധപൂർവമാണ് ഈ സീൽ പതിപ്പിച്ചതെന്നുള്ളതും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒപ്പം തന്നെ BJPയും അപകീർത്തിപ്പെടുത്തുക എന്നുള്ള വ്യാപകമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനം ഉണ്ടായത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് BJP സംസ്ഥാന ഘടകം ആവശ്യപ്പെടുന്നതെന്നാണ്. അതിനൊപ്പം തന്നെ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന നിയമമണ്ഡലത്തിലടക്കം ഈ സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ നിയമമണ്ഡലത്തിൽ V. ശിവൻകുട്ടിക്ക് താല്പര്യമുള്ള ലേബർ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം കൂടി. അപ്പോൾ അത്തരം ഒരു നീക്കം CPM-ന്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് ആയി ഉള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീൽ വിവാദം ഉണ്ടായിരിക്കുന്നതെന്നുമാണ് BJP സംസ്ഥാന ഘടകം ആരോപിക്കുന്നത്. വളരെ ഗൗരവമുള്ള ആരോപണമാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമാണ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ബി.ജെ.പിയുടെ സീൽ പതിപ്പിച്ചത് CPM ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണ്, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നതാണ് ആരോപണം.